പരിപാടി ആരംഭിക്കുകയായി. നേരത്തെ ഒരു സൂചന നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒന്നാമേൽ വലിയ പ്രദേശത്ത് താമസിക്കുന്ന അനിലേട്ടൻ, അദ്ദേഹത്തിന് ഉപജീവനത്തിന് വേണ്ടി സുമനസ്സുകളുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തിന് വേണ്ടി നമ്മളറിയാം ഇടപെടൽ റോഡിനരികെ ഒരു കട അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ വിവിധ പ്രദേശങ്ങളിലൂടെ നടന്ന് ലോട്ടറി കാഴ്ചയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കുടുംബം കഴിയുന്നതിന് വേണ്ടി ലോട്ടറി വിറ്റ് ഉപജീവനം കഴിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ അടുത്ത ദിവസമാണ് നമ്മളെല്ലാവരെയും മനസാക്ഷിയും കൊണ്ടും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ച കുറവെന്ന പരിമിതി മുതലാക്കിക്കൊണ്ട് കബളിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസാക്ഷി മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ വാർത്ത ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലെല്ലാം വന്നതറിഞ്ഞ് JC ഫൗണ്ടേഷൻ പ്രവർത്തകർ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ വിളിക്കുകയുണ്ടായി. ഇതുപോലെ ധാരാളം സഹായം, ഇതുപോലുള്ള ആളുകൾക്ക് ധാരാളം സഹായം ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ എന്തായാലും ഇവിടെ വരാനും മണ്ണൂരിൽ വരാനും ഈ അനിൽകുമാറിന് സഹായം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഒഴിവ് ദിവസം എന്ന നിലയ്ക്ക് 2-ാം തീയതി നമ്മൾ തിരഞ്ഞെടുത്തത്. അതായത് സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അവരുടെ ജീവിതം ലോട്ടറിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹത്തിൽ നിന്നും ലോട്ടറി വാങ്ങിക്കാൻ വന്ന ആള് പഴയ ലോട്ടറി ആൾക്ക് കൊടുക്കുകയും പുതിയ ലോട്ടറി അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി അയാളെ കബളിപ്പിക്കുകയും ഉണ്ടായി. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നിരവധി ചാനലുകളിൽ ആ വാർത്ത വരികയും അത് കണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിനോടൊപ്പം സഹകരിച്ച JC ഫൗണ്ടേഷന്റെ മുഴുവൻ പ്രവർത്തകരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് കുറച്ച് സമയത്തിനാണെങ്കിലും അവർ കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മുടെ അനിൽകുമാറിനെ സഹായിക്കാനായിട്ട് വന്നത് എന്നതിൽ കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. വേദനിക്കുന്ന ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ പഞ്ചായത്തിനുള്ള അഭിനന്ദനം ഞാൻ ആദ്യമായി അർപ്പിക്കുക. ഈ JC ഫൗണ്ടേഷന്റെ പ്രവർത്തനത്തെ പറ്റിയില്ല അതിന്റെ ചെയർമാൻ JJ കുട്ടിക്കാട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു. പലതിലും ഞാൻ കൂടെ ഉൾപ്പെടെ പോയിട്ടുണ്ട്. ഈ മനുഷ്യത്വം പഴകിച്ച ഒരുപാട് പേര് രാജ്യത്തുണ്ട്. അതിന് ചിലര് ഇതിനു മുമ്പ് ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്ത്രീ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന, അവർ റോഡിന് ലോട്ടറി വിറ്റ പെരുമ്പാവൂരായിരുന്നു. അത് വിറ്റുകൊണ്ട് നടക്കുന്നവരുടെ ബൈക്കിൽ 2 പേര് വന്ന് തക്കനവർ ബാഗോടെ അടിച്ചുകൊണ്ടിരിക്കുക. അത് മനോരമ മെലിക്കപ്പെട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വന്നപ്പോൾ അപ്പോൾ തന്നെ JC ഫൗണ്ടേഷനിൽ നിന്ന് JJ ഇടപെടുകയും ഞാൻ ഉൾപ്പെടെ ആളുകൾ ചെന്ന് അവിടെ ചെന്ന് അവർക്ക് ഏതാണ്ട് 10,000-20,000 ടിക്കറ്റ് അവർക്ക് കൊടുക്കുകയും സമാധാനപ്പെട്ട് രാഷ്ട്രീയ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വേറൊരു മൂവാറ്റുപുഴയിൽ ഇതുപോലെ തന്നെ ഒരാള് ഇതേപോലെ തന്നെ ബാഗോടെ പറിച്ചുകൊണ്ടുപോയി. ഈ മാലയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഈ ബാഗ് അവിടെ അടിച്ചുകൊണ്ടു. അവരുടെ ക്യാഷും ഇതുമെല്ലാം ഉണ്ട്. ഇവിടെ അത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അനിൽകുമാറിന് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ടിക്കറ്റ് എടുത്ത ശേഷം വേറെ ടിക്കറ്റ് കൊടുത്ത് ചെയ്ത് അദ്ദേഹത്തെ അത് ഇതുപോലെ സഹായിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ ഒരുപാട് ചാരിറ്റികൾ വേറെ ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ ഞാൻ ലോട്ടറി ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ JC യെ പറ്റി ഈ
ഈയിടെ ഒരു ആർട്ടിക്കിൾ വന്നപ്പോൾ ഞാൻ വായിച്ചത്, കാരണം ജെ കുട്ടിക്കാടിനെ പറ്റി വന്നത്, അദ്ദേഹം കാപ്പി കുടിക്കാൻ വേണ്ടി ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് കയറുന്നു. കയറി കഴിഞ്ഞ് കാപ്പി കുടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ലോട്ടറി ടിക്കറ്റ്. അദ്ദേഹം അവരുടെ കയ്യിലുള്ള മുഴുവൻ ടിക്കറ്റും മേടിച്ച് കാശും കൊടുത്തിട്ട് ബമ്പർ ടിക്കറ്റ് അവർക്ക് ഒരു 10 ബമ്പർ ടിക്കറ്റ് അങ്ങോട്ട് സൗകര്യമായിട്ട് കൊടുത്തിട്ടാണ് പോയത്. അദ്ദേഹം അത്ര മനസ്സറിവുള്ള ഒരു വ്യക്തിത്വമാണ്. JC ഫൗണ്ടേഷന് വേണ്ടി 5 പൈസ വെളിയിൽ പിരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരുപാട് ചാരിറ്റി അനാഥാലയങ്ങളിൽ ഞങ്ങൾ മിക്കവാറുമില്ല ഓരോരോ പ്രോഗ്രാംസ് നടത്താറുണ്ട്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് കൂടുതലും. അപ്പൊ ഈ അതിലൊക്കെ ഞാൻ കൂടെ പങ്കെടുക്കാറുണ്ട്. എന്തായിരുന്നാലും നല്ല കാര്യങ്ങൾ നമ്മൾ നന്മ ചെയ്യുന്നവർക്ക് എന്നും നന്മയെ വരത്തുള്ളൂ. അതിനാണ് നമ്മളെപ്പോലെ ഈ തമിഴില് 2 പാട്ടുണ്ട്. ആ പാട്ടില് അതിന് ഒരു MGR പടത്തിലെ പഴയ പാട്ടാണ്. അതില് ഒരു 2 വരിയാണ്. ഇരുന്നാലും മറൈത്താലും പേർ சொல்ல வேண்டும் ഇവർ പോലെ ആരെന്ന് சொல்ல வேண்டும் ഇവർ പോലെ ആരെന്ന് சொல்ல வேண்டும் എന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരുന്നാലും നമ്മൾ മറഞ്ഞു പോയാലും നമ്മൾ ഇവരെ പോലെ ആരാണ് ജീവിച്ചിരുന്നതെന്ന് ജനങ്ങൾ പറയണം. അതാണ് നന്മ ചെയ്യുന്നവന്റെ ഒരു അതാണ് അവരെ പറ്റിയുള്ള ഒരു വെർഷൻ കൊടുത്തിരുന്നത്. വേറൊരു പറയുന്നുണ്ട്, வாழ்ந்தவர் கோடி மறைந்தவர் கோடி மக்களின் மனதில் நிற்பவர் யார் மாபெரும் வீரர் மானம் காப்போர் சரித்திரம் തനിയെ നിൽക്കിன்றார். അതായത് നമുക്ക് മുമ്പ് ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് കോടികൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സിൽ ജീവിക്കുന്നവർ എന്നും നന്മ ചെയ്യുന്നവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. വേദിയിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിത മാഡം, വൈസ് പ്രസിഡന്റ് സ്വാമിനാഥൻ, മറ്റു ഭാരവാഹികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ഈ ബൈബിളിൽ ഒരു വാചകമുണ്ട്, നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എൻ്റെ അയൽക്കാരൻ പറഞ്ഞ് എൻ്റെ വീടിന് തൊട്ടടുത്ത് പടിഞ്ഞാറും കിഴക്കും വടക്കുമുള്ളവരല്ല, പാലക്കാടുള്ളവരാണ്, ഈ മണ്ണൂരുള്ളവരാണ്, അമേരിക്കയിലുള്ളവരായില്ല. അയൽവാസികളെ സ്നേഹിക്കുക എന്നുദ്ദേശിക്കുന്നത് ഒട്ടൈയോട്ടുമില്ല, നമ്മൾ അറിയാത്ത പുതിയ ആളുകളായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ അനിൽകുമാർ വടിയും പിടിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്ന രംഗം കണ്ടപ്പോൾ സത്യത്തിൽ വിരിഞ്ഞു. കാരണം ഈ ലോകം എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് ഈ ലോകം നന്നാവുന്നില്ല? ഇത്തരത്തിലുള്ള ചില വിഷ ജന്തുക്കൾ, അവർ മനുഷ്യരല്ല, ശരി, ജന്തുക്കൾ. ആ മൃഗജന്തുക്കളുടെ ഉപദ്രവം അന്ധനായ ഒരാളെ ഈ രൂപത്തിലാക്കി. ഇതേപോലെയല്ല എറണാകുളം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലും നടന്നപ്പോൾ ആരോഗ്യശ്വാസത്തിൽ വ്യക്തമാക്കിയില്ലായി. ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം കഴിയുന്ന അദ്ദേഹത്തെ പിടിച്ചു വെച്ചിട്ട് എന്തില്ല. അതാണ് ദേശീയ കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഈ ലോട്ടറി ടിക്കറ്റ് എന്ന ഒരു സിനിമയുണ്ട്. 1970 നവംബർ 30 ആ പടം റിലീസായത്. അതിൽ അടൂർ ബാസി, നസീർ, KP ഉമ്മർ, N. ഗോവിന്ദൻകുട്ടി, ശങ്കരാടി, അങ്ങനെ ഒത്തിരി പേര് അഭിനയിച്ചു. അതിലൊരു പാട്ടുണ്ട്, 1 രൂപ കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. നിങ്ങളെ കേട്ട് കാണും. ആ സിനിമയുടെ 50 വർഷമാണ് കടന്നുപോയി. കഴിഞ്ഞ വർഷം അതിൻ്റെ 50 വർഷം ആഘോഷിച്ച് ദേശീയ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ആഘോഷിക്കേണ്ടതായിരുന്നു. പക്ഷേ കോവിഡ് കാരണം അത് സാധിച്ചില്ല. അപ്പോൾ ഇന്ന് ആ പടത്തിൽ ജീവിച്ചിരിക്കുന്നത് ശ്രീമതി ശ്രീരാമ, ശ്രീലത, പിന്നെ GK പിള്ള, പിന്നെ ഇതിൽ പാട്ട് എഴുതിയത് ശ്രീകുമാരൻ ചന്ദ്രൻ. ഇത് ഗാനം ആലപിച്ചത് നമ്മുടെ KJ യേശുദാസ്. ഇതിൻ്റെ സഹസംവിധായകൻ ഒരു സദാനന്ദൻ. ഇത്രയും പേര് ജീവിച്ചിരിപ്പുള്ളൂ. മരിച്ചുപോയ
ഇതിന്റെ പ്രൊഡ്യൂസർ ടി വാസുദേവൻ, അദ്ദേഹത്തിന്റെ മകൾ, ഗാനം ചിട്ടപ്പെടുത്തിയ ദക്ഷിണാമൂർത്തിയുടെ മകൾ, കെ പി ഉമ്മറിന്റെ മകൻ, പ്രേമസീലിന്റെ മകൻ, എൻ ഗോവിന്ദൻകുട്ടിയുടെ മരുമകൻ, ശങ്കരാചാര്യയുടെ അനന്തരവൻ, അങ്ങനെ അവരെല്ലാം സംഘടിപ്പിച്ചാണ് ഈ പരിപാടി നടത്താമെന്ന് കരുതിയിരുന്നത്. അത് നിർഭാഗ്യവശാൽ നടന്നില്ല. അപ്പോ ഈ ലോട്ടറി ടിക്കറ്റിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി 50 വർഷം, ഇപ്പൊ ഈ നവംബർ ആകുമ്പോൾ ഇത് 51 വർഷത്തിലേക്ക് കിടക്കുകയാണ്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ ചെറിയ മനസ്സിൽ ഉദിച്ചു വന്ന ഒരാശയമാണ് ഈ ടിക്കറ്റ് എടുത്തിട്ട് സാധുക്കൾക്ക് ദാനമായി കൊടുത്തത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ഓണം നമ്പർ അയച്ചു കൊടുത്ത് ഞാൻ ഈ ശീലങ്ങൾക്ക് 5000 രൂപ അയച്ചു. അതേപോലെ നേരത്തെ MT വാസുദേവൻ, അടൂർ ഗോപാലകൃഷ്ണൻ, കഴിഞ്ഞ വിഷു നമ്പർ, അതിന് മുമ്പുള്ള ഓണം നമ്പർ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു. ഇതെല്ലാം സൗജന്യമായി ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഈ ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയുടെ ഓർമ്മയ്ക്ക് വേണ്ടി. ആ ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയിൽ ഇതേ സമാന സംഭവമാണ് നടന്നിരിക്കുന്നത്. അത് കണ്ണില്ലാത്തവനെ, കണ്ണുള്ള ബിരുദന്മാരാണ്. 1 രൂപ നോട്ട് മാറി കെ പി ഉമ്മറാണെന്ന് തോന്നുന്നത് ആ പടം. ഞാനിപ്പോൾ ഓർക്കുന്നില്ല എൻ്റെ സീൻസൊന്നും. അപ്പോ അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ പരിപാടികൾ നടത്തുന്നത്. പിന്നെ ഇന്ന് എല്ലാവർക്കും പറയാം, മഹാത്മാഗാന്ധി ജനിച്ച ദിവസമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നന്നാവാൻ എന്ത് ചെയ്യണം? ഒരൊറ്റ മൂല്യം. ആ ഒറ്റമൂലി മരുന്ന് ഇവിടുത്തെ മരുന്ന് കടയിലൊന്നും കിട്ടില്ല, ലോക ആശുപത്രിയിൽ ഒന്നും കിട്ടില്ല. മഹാകവി, പ്രശസ്ത കവി കുഞ്ഞൻ മാസ്റ്റർ എഴുതിയിട്ടുണ്ട്, നന്നാവാൻ ഒറ്റ മൂല്യമുണ്ട്, സ്വയം നന്നാവുക. നമ്മൾ ഓരോരുത്തരും നന്നാവുക വളരെ ഈസി. ഈ മണ്ണൂർ നന്നാവും, പാലക്കാട് നന്നാവും, കേരളം നന്നാവും, ഇന്ത്യ നന്നാവും, നമ്മളെല്ലാവരും നന്നാവും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. JC Foundation സഹായ ചടങ്ങിലേക്ക് വന്നെത്തിയ എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി അനിത, നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും പഞ്ചായത്തിൻ്റെ സാരഥിയുമായ മിസ്റ്റർ സ്വാമിനാഥൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ മുത്തലി, പിന്നെ ഇവിടെ ഇത്രയും ദൂരം എറണാകുളത്ത് നിന്ന് 3-4 മണിക്കൂർ യാത്ര ചെയ്ത് ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മുടെ JC ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ JJ കുറ്റിക്കാട് വളരെ ബുദ്ധിമുട്ടി ഇവിടെ എത്തുകയും 200 രൂപയുടെ പൂജാ ബമ്പർ 100 എണ്ണം സമ്മാനിക്കുകയും ചെയ്തു. വളരെ സന്തോഷം. ഇത്തരം സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സമൂഹത്തിൻ്റെ 1000 ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1-2 മാത്രമേ കാണുകയുള്ളൂ. ഏതായാലും ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ. ഇതിൻ്റെ ഒരു അവസാനത്തെ ഒരു ഇരയായി ഞാൻ മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഈ പരിപാടി ഇത്രയും വളരെ പ്രൗഢഗംഭീരമായി നടത്താൻ മുൻകൈയെടുത്ത നമ്മുടെ പഞ്ചായത്തിനും, ഇത്രയും നേരത്തെ പറഞ്ഞ ഇത്രയും ബുദ്ധിമുട്ടി നമ്മുടെ ഇത്രയും കോവിഡ് സാഹചര്യത്തിലൊക്കെ അത്ര ബുദ്ധിമുട്ടി വളരെ ദൂരം യാത്ര ചെയ്ത് വന്ന JJ കുറ്റിക്കാട് സാറിനും, പിന്നെ ആലപ്പുഴ അഷ്റഫ് അദ്ദേഹത്തിനും, മറ്റെല്ലാ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ഈ മിമിക്രിയൊക്കെ നിർത്തിയിട്ട് ഒരു 40 വർഷത്തിന് മേലായി. എന്നാലും നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഇത്രയൊരു സന്തോഷ സന്ദർഭത്തിൽ ഇത്ര ആവശ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കാണിച്ചിട്ട് പോകാം. അതുപോലെ എനിക്ക് ഏറ്റവും സംതൃപ്തി, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. ഹോട്ടലിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തിൽ വരാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയ ഐറ്റം ഞാനിവിടെ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാനിത് 1970 കാലഘട്ടം, 70 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, കറക്റ്റ് 50 വർഷം മുമ്പ് ഞാൻ കോളേജിൽ ചേർന്ന 70-ലാണ്. 1970-ലാണ് കോളേജിൽ, 70-71-ലാണ്. 75-ൽ എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ മിമിക്രിക്ക്, അന്ന് അതുവരെ മോണാക്ടേ ഉണ്ടായിരുന്നു, മിമിക്രിക്ക് 1ാം സമ്മാനം എനിക്കായിരുന്നു കിട്ടിയത്. അന്ന് അവതരിപ്പിച്ച ഒരു ചെറിയ ഐറ്റത്തിൽ ഒരു ചെറിയ 2 ക്ലാപ്പിൽ മാത്രം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ എന്നൊരു സിനിമയുണ്ട്, ചെമ്മീൻ. ഈ ചെമ്മീനിൽ പരീക്കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പരീക്കുട്ടിയുടെ ഒരു കാമുകിയാണ് കറുത്തമ്മ. അപ്പൊ ഈ പരീക്കുട്ടി എന്ന് വിളിക്കുന്ന കാമുകനും കറുത്തമ്മ എന്ന് പറയുന്ന കാമുകി വളരെ അവരുടെ സ്നേഹം അത്ര ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. ഹൃദയത്തോട് ചേർന്നുള്ള പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ വിധി എന്ന് പറയുന്ന പോലെ കറുത്തമ്മയെ മറ്റൊരാൾ വിവാഹം കഴിച്ചു പോകുന്നുണ്ട്, പളനി എന്നൊരാൾ. അതാണ് ചെമ്മീനിലെ കഥ. അപ്പൊ പരീക്കുട്ടി വിരാശ കാമുകനായിട്ട് മാനസമീനവരിലൂടെ പാടി നടക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാണ്. അപ്പൊ അത് ആ കാമുകൻ തന്റെ കാമുകി മറ്റൊരാളെ വിവാഹം കഴിച്ച് പോകാൻ നേരത്ത് ഈ കാമുകി വന്ന് യാത്ര പറയുന്ന രംഗമുണ്ട്. ഷീല മധുവിനടുത്ത് വന്ന് യാത്ര പറയും, ഞാൻ എന്റെ കല്യാണമാണ്, ഞാൻ പോവുകയാണ്, ഈ കടപ്പുറം വിട്ട് പോവുകയാണെന്ന്. ആ യാത്ര പറച്ചില് അത് കേട്ട് കഴിയുമ്പോൾ ആ കാമുകൻ തന്റെ ഹൃദയം പൊട്ടുമാറാണ്. അന്നത്തെ മധുസാറ്, ആ ചെറുപ്പക്കാരനായ മധുസാറ് ഹൃദയം പൊട്ടുമാറൊക്കെ പറയുന്നു, പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും, കറുത്തമ്മ ചങ്ക് പൊട്ടി മരിക്കും. ഇതാണ് ഡയലോഗ്. ഈ ഡയലോഗ് തന്നെ നമ്മുടെ KP ഉമ്മറാണ് ഈ ഭാഗം വന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ KP ഉമ്മർ എങ്ങനെ ചെയ്യുമായിരുന്നു? KP ഉമ്മർ കറുത്തമ്മയോട് ഇവിടെ പറയുന്നു, കറുത്തമ്മ പോവുകയാണോ? കറുത്തമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്കി പൊട്ടി മരിക്കും, കറുത്തമ്മ. ഇത് തന്നെ അന്നത്തെ നിത്യകാമുകനായ പ്രേമനസീർ അല്പം ശൃംഗാര രസത്തിൽ കറുത്തമ്മയോട് ഇവിടെ പറയുന്നു, മണ്ണിപ്പെണ്ണെ, കറുത്തമ്മ പോവുകയാണല്ലേ, കറുത്തമ്മ പോയാലും ഞാൻ ഈ കടാപ്പുറത്തൊക്കെ പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും, കറുത്തമ്മ. അതിനെന്തിനാ കറുത്തമ്മ കരയുന്നത്? ധൈര്യമായിരിക്കും. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ തന്നെ നിന്റെ കഴുത്തിൽ താലി ചേർത്തും, കറുത്തമ്മ ഒന്ന് ചിരിക്കൂ പ്ലീസ്. അങ്ങനെ